ഹായ്, ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ആക്ച്വലി ക്ലാസ് അല്ല, നമ്മുടെ ഇന്നത്തെ CPOയുടെ ക്വസ്റ്റ്യനും ആൻസറുമാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ എ കോഡ് ചോദ്യമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എ കോഡ് ചോദ്യമാണ്, ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇത് നമുക്കറിയാം, ഏതാണ്? നമ്മുടെ ഒന്നാമത്തതും അല്ല, നാലാമത്തതും അല്ല, ഉത്തരം സി ആണ്. അപ്പോൾ നമുക്ക് ആൻസർ പറഞ്ഞു പോവാം. അപ്പോൾ ഒന്നാമത്തേൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്ത്, ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവം അറിയാം, എന്താണ്? കറുപ്പ് യുദ്ധമാണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയുമല്ല, ബോസ്റ്റൺ ടീ പാർട്ടിയുമല്ല, ഫെബ്രുവരി വിപ്ലവവും അല്ല. അപ്പോൾ രണ്ടാമത്തെ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവം ഏതാണ്? അത് കറുപ്പ് യുദ്ധമാണ്. അടുത്ത്, പഞ്ചശീല തത്വങ്ങളെന്ന ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ ചൗവൻലായുമായിട്ട് ഒപ്പിട്ടതാണ് ഇന്ത്യ, ചൈനയാണ്. അപ്പോൾ പഞ്ചശീല തത്വങ്ങളെന്ന ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതെല്ലാമാണ്? ഇന്ത്യയും ചൈനയുമാണ്. അടുത്ത്, നമ്മുടെ ഒരു കറണ്ട് അഫയേഴ്സാണ് ചോദിച്ചത്. നാലാമത്തെ, MT വാസുദേവൻ നായർക്ക് മരണാനന്തരം ലഭിച്ച ബഹുമതി ഏതായിരുന്നു? അത് പത്മവിഭൂഷണാണ്. അപ്പോൾ MT വാസുദേവൻ നായർക്ക് മരണാനന്തരം ലഭിച്ച ബഹുമതി ഏതാണ്ടാ? പത്മവിഭൂഷണാണ്. അഞ്ചാമത്തെ ചോദ്യം, ഉത്തരം ബി ആണ്. ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഉത്തരം 1, 3, 4 ശരി. 1, 1945 ഒക്ടോബർ 24 ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നത്. മൂന്നാമത്തേത്, നോർവേക്കാരനായ ട്രിഗ്വേലിയാണ് ആദ്യ സെക്രട്ടറി ജനറൽ. പിന്നെ നാലാമത്തേതാണ്, രണ്ടാം ലോക യുദ്ധത്തിനു ശേഷം നിലവിൽ വന്ന സംഘടനയാണ് നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്നത്. അപ്പോൾ അഞ്ചാമത്തേൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത്, ആറാമത്തെ ചോദ്യമാണ്. 1857 നടന്ന ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന. ഈ ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക, ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്, ആറാമത്തേത്. അതിലുത്തരം എന്താണ്? നമ്മുടെ ഓപ്ഷൻ ഡി ആണ്. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് അത് ഝാൻസിയിലല്ലെന്ന് നമുക്ക് അറിയാം. അപ്പോൾ ആറാമത്തേൻ്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി ആണ്. അടുത്ത്, ഏഴാമത്തെ, ട്രോപ്പോസ്ഫിയറിലെ ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറയുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേര് നമുക്കറിയാം, എന്താണത്? അത് ക്രമമായ താപനഷ്ട നിരക്കാണ്. ഏഴാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരം. അപ്പോൾ ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. അപ്പോൾ ട്രോപ്പോസ്ഫിയറിലെ ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറയുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ ക്രമമായ താപനഷ്ട നിരക്കെന്ന് പറയുന്നത്. അപ്പോൾ ചോദ്യം ഇങ്ങനെ പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇനി വരുന്ന നമ്മുടെ പരീക്ഷകൾക്കും ഇതിൽ നിന്നൊക്കെ ചോദ്യം പ്രതീക്ഷിക്കാം. കാരണം നമ്മളിപ്പോൾ പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ കുറച്ച് ചോദ്യങ്ങൾ കഴിഞ്ഞ പരീക്ഷയിൽ നിന്നൊക്കെ ഇതിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. അടുത്ത്, എട്ടാമത്തെ ക്വസ്റ്റ്യനാണ്. ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി ഏത് വേലിയാണ്? അത് വാവുവേലിയാണ്. അപ്പോൾ നമ്മുടെ ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി ഏതാണ്? അത് വാവുവേലിയാണ്. അപ്പോൾ എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, വാവുവേലി. അടുത്ത്, ഒൻപതാമത്തെ ചോദ്യമാണ്. സുബൻസിരി നദി ഏത് നദിയുടെ പോഷക നദിയാണ്? സുബൻസിരി നദി ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയാണ്. ഒൻപതാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാവർക്കും അറിയാം, സുബൻസിരി നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയാണ് സുബൻസിരി. അടുത്ത 10, കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജൈവമണ്ഡല കേന്ദ്രം സുഖമായിട്ട് കിട്ടിയതാണ് നമ്മുടെ നീലഗിരിയാണ്. സുഖമായിട്ട് ഇതിൽ നിന്ന് ഉത്തരം കിട്ടും. ഇപ്പോൾ കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ജൈവമണ്ഡല കേന്ദ്രം ഏതാണ്? അത് നമ്മുടെ നീലഗിരിയാണ്. അപ്പോൾ 10ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്ത്, തൂവൽ രൂപത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളെ പറയുന്ന പേര് എന്താണ്? സിറസ് മേഘങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ തൂവൽ മേഘങ്ങൾ സിറസ് മേഘങ്ങളാണ്. ക്വസ്റ്റ്യൻ 11ലെ ഉത്തരം ഓപ്ഷൻ എ ആണ്. അപ്പോൾ നമ്മൾ നോക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എ ആണ്. അപ്പോൾ തൂവൽ രൂപത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളെ നമ്മൾ സിറസ് മേഘങ്ങൾ എന്നാണ് പറയുന്നത്. 11ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. അടുത്ത്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ATM സ്ഥാപിച്ച ട്രെയിൻ ഏത്? ചാടിക്കറി എല്ലാവരും വന്ദേ ഭാരതൊക്കെ ചിലപ്പോൾ കറുപ്പിക്കാൻ ചാൻസ് ഉണ്ട്. ഉത്തരം എന്താണ്? ഉത്തരം പഞ്ചവടി എക്സ്പ്രസ് ആണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ATM സ്ഥാപിച്ച ട്രെയിൻ ഏതാണ്? പഞ്ചവടി എക്സ്പ്രസ്. 12ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്.
അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ATM സ്ഥാപിച്ച ട്രെയിൻ ഏതാണ്? പഞ്ചവടി എക്സ്പ്രസ് ആണ്. അടുത്ത 13ാമത്തെ ചോദ്യമാണ്, താഴെ തന്നിരിക്കുന്ന ദത്തങ്ങളിൽ നിന്ന് മധ്യാങ്കം അല്ലെങ്കിൽ മീഡിയൻ കണക്കാക്കുക എന്ന ചോദ്യമാണ്. അതിൽ ഉത്തരം 32 ആണ്. അപ്പോൾ 13ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 32. അടുത്ത 14ാമത്തെ ചോദ്യം, ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ കൃഷോന്നതി യോജനയിലെ കുട പദ്ധതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഉത്തരം പറയാം. സി ആണ് ഉത്തരം. ഇപ്പോൾ 14ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 1, 3, 4. അടുത്ത് 15, ഇസ്രായേൽ ഹമാസ് സംഘർഷ മേഖലയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ദൗത്യത്തിൻ്റെ പേര്? അത് ഓപ്പറേഷൻ അജയ് ആണ്. അപ്പോൾ നമ്മുടെ ഇസ്രായേൽ ഹമാസ് സംഘർഷ മേഖലയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാർ, ഇതൊക്കെ പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, തിരിച്ചു കൊണ്ടുവരുവാനുള്ള ദൗത്യത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ അജയ് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ നമ്മുടെ ക്വസ്റ്റ്യൻ 15 ഓപ്ഷൻ ഡി ആണ്. അടുത്ത 16ാമത്തെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 1, 2, 4 ആണ്. അപ്പോൾ 16ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, 1, 2, 4. അടുത്ത 17ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മുടെ ഓപ്ഷൻ ഡി ആണ്, ബാങ്ക് നിരക്ക് 5.25%. അപ്പോൾ 17ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ബാങ്ക് നിരക്ക് 5.25%. അടുത്ത 18ാമത്തെ ചോദ്യമാണ്, അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് സി ആണ്, അപ്നി മാണ്ഡി. അപ്പോൾ 18ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് അപ്നി മാണ്ഡി, ഓപ്ഷൻ സി. അടുത്ത 19ാമത്തെ ചോദ്യം, 19ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ 19ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, രാജേന്ദ്ര പ്രസാദ്. 20ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം, അനുച്ഛേദം 32. അപ്പോൾ 20ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 32, ആർട്ടിക്കിൾ 32. അടുത്ത 21ാമത്തെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്, 42ാം ഭേദഗതി. അപ്പോൾ 21ാമത്തെ ഉത്തരം, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? 42ാം ഭേദഗതി പ്രകാരമാണ്. 21ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത് 22ാമത്തെ ചോദ്യമാണ്, രാജ്യസഭയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ. അതിൽ എല്ലാം ശരിയാണ്. ഇന്ത്യൻ പാർലമെൻറ്റ് ഉപരിസഭയാണ് രാജ്യസഭയെന്ന് പറയുന്നത്. രാജ്യസഭയിൽ 250 അംഗങ്ങളുണ്ട്. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. അപ്പോൾ പാർലമെൻറ്റ് ഉപരിസഭ നമ്മുടെ രാജ്യസഭയാണെങ്കിൽ അധോസഭ ഏതാണത്? ലോക്സഭയാണ്. അപ്പോൾ 22ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഡി ആണ്. അടുത്ത്, പ്രാദേശിക ഗവൺമെൻറ്റുകൾ ഏത് ലിസ്റ്റിൽ പെടുന്നു? പ്രാദേശിക ഗവൺമെൻറ്റുകൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്നു. ഓപ്ഷൻ എ ആണ്. അപ്പോൾ 23ാമത്തെ ചോദ്യമാണ്, പ്രാദേശിക ഗവൺമെൻറ്റുകൾ ഏത് ലിസ്റ്റിൽ പെടുന്നു? സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്നു. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത 24ാമത്തെ ചോദ്യം, സുപ്രീം കോടതിയുടെ ഉപദേശ അധികാരം ആർക്ക് വേണ്ടി വിനിയോഗിക്കുന്നു? രാഷ്ട്രപതിക്ക് വേണ്ടി വിനിയോഗിക്കുന്നു. അപ്പോൾ 24ാമത്തെ ചോദ്യമാണ്, സുപ്രീം കോടതിയുടെ ഉപദേശ അധികാരം ആർക്കു വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്? രാഷ്ട്രപതിക്ക് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്. അടുത്ത 25ാമത്തെ ചോദ്യമാണ്, നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനാ സമിതി ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചത്? ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യയിൽ നിർദ്ദേശക തത്വങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. ഓപ്ഷൻ 25ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയുത്തരമാണ് ഓപ്ഷൻ സി. അടുത്ത 26ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയാം, ആരാണ്? സുകുമാർ സെൻ ആണ്. അപ്പോൾ 26ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? സുകുമാർ സെൻ ആണ്. അടുത്ത്, ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം ഏതാണ്? അത് ചെനാബ് പാലമാണ്, എല്ലാവർക്കും അറിയാം. അതൊരു കറണ്ട് അഫേഴ്സാണ്. അപ്പോൾ 27 ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം ഏതാണ്? ചെനാബ് പാലമാണ്. 27ാമത്തെ ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത് 28ാമത്തെ ചോദ്യമാണ്, സാമൂഹിക നീതി വകുപ്പിൻ്റെ പ്രതിഭാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? അത് ട്രാൻസ്ജെൻഡേഴ്സാണ്. അപ്പോൾ 28ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പ്രതിഭാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? ട്രാൻസ്ജെൻഡറുകളാണ്. അടുത്ത 29ാമത്തെ ചോദ്യമാണ്, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഇത് മുമ്പും ചോദിച്ച ചോദ്യമാണ്. ആരാണ്? നമ്മുടെ മുഖ്യമന്ത്രിയാണ്. കഴിഞ്ഞ ഏതോ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച സെയിം ചോദ്യമാണ് ഇവിടെ എടുത്തിട്ടേക്കുന്നത്. അപ്പോൾ 29ാമത്തെ ചോദ്യം, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? അത് മുഖ്യമന്ത്രിയാണ്. 29ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരം.
അടുത്ത 30ാമത്തെ ചോദ്യം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോൾ 30ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് നടത്തുന്ന ആരാണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ വുമൺസ് പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ 5 വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ താരം. അത് ആശാ ശോഭനയാണ്. നമ്മൾ സ്മൃതി മന്ദാനയൊക്കെ അടിക്കാൻ ചാൻസ് ഉണ്ട്. 31ാമത്തെ ചോദ്യമാണ്, ഇന്ത്യൻ വുമൺസ് പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ 5 വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ താരമാണ് ആര്? ആശാ ശോഭന. അടുത്ത്, എംഫിസിമ ഏത് അവയവത്തെ ബാധിക്കുന്ന ജീവിതശൈലി രോഗം? എംഫിസിമ എവിടെ ബാധിക്കുന്നു? ശ്വാസകോശത്തെ ബാധിക്കുന്ന ജീവിതശൈലി രോഗമാണ് എംഫിസിമ. അപ്പോൾ എംഫിസിമ ഏത് അവയവത്തെ ബാധിക്കുന്നു? ശ്വാസകോശത്തെ ബാധിക്കുന്നു. 32ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ. 33ാമത്തെ ചോദ്യം, ഉറക്കത്തിൻ്റെയും ഉണർവിൻ്റെയും താളക്രമം പരിപാലിക്കുന്ന ഹോർമോൺ ഏതാണ്? അത് മെലാട്ടോണിനാണ്. അപ്പോൾ ഉറക്കത്തിൻ്റെയും ഉണർവിൻ്റെയും താളക്രമം പാലിക്കുന്ന ഹോർമോൺ ഏതാണ്? മെലാട്ടോണിനാണ്. 33ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത് 34ാമത്തെ ചോദ്യം, 34ാമത്തെ ചോദ്യം, തൈറോയിഡിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ധാതു. എല്ലാവർക്കും അറിയാം, അത് അയഡിനാണ്. അപ്പോൾ തൈറോയിഡിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ധാതുവാണ് അയഡിൻ. 34ാമത്തെ ചോദ്യം ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. അടുത്ത 35ാമത്തെ ചോദ്യം, രോഗങ്ങളും അവയുടെ രോഗാണുക്കളുമാണ്. അത് തെറ്റായ ജോഡി ഏതാണ്? അത് ഇതിൽ വൈറസ് ന്യൂമോണിയ എന്ന് പറഞ്ഞേക്കുന്നത്, പക്ഷേ ന്യൂമോണിയ എന്ന് പറയുന്നത് വൈറസ് ബാധ വഴി പരക്കുന്ന രോഗമാണ് ഈ ന്യൂമോണിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് പിന്നെ നോക്കാം. അടുത്ത 36ാമത്തെ ചോദ്യം, ഓസോൺ പാളിയെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്. ഓസോൺ പാളിയുടെ ഭൂരിഭാഗവും ട്രോപ്പോസ്ഫിയറിലാണ്. അല്ല, ഓസോൺ പാളിയുടെ ഭൂരിഭാഗവും സ്ട്രാറ്റോസ്ഫിയറിലാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം മാത്രമാണ് ശരിയെന്ന് പറയുന്നത്. അപ്പോൾ 36ാമത്തെ ചോദ്യത്തിൽ കറക്റ്റ് ഉത്തരമെന്ന് പറയുന്നത് 2ഉം 3ഉമാണ്. ഫ്ലോറോ കാർബണുകൾ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നു. ഇത് ശരിയാണ്. സൂര്യൻ്റെ അൾട്രാവയലറ്റ് വികിരണങ്ങളിൽ നിന്ന് ഓസോൺ എന്ത് ചെയ്യുന്നു? ഭൂമിയിലെ ജീവനെ സംരക്ഷിക്കുന്നു. അപ്പോൾ 36ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത്, പെല്ലഗ്ര ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ്? ജീവകം B3യുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ഇത് പെല്ലഗ്ര എന്ന് പറയുന്നത്. അപ്പോൾ 37ാമത്തെ ചോദ്യമാണ്, പെല്ലഗ്ര ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്നു? B3യുടെ അപര്യാപ്തത മൂലം. 38ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കോൺവെക്സ് ലെൻസ് 40 സെൻറ്റിമീറ്റർ. ഇതാണ് നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത്. അപ്പോൾ 38ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. കോൺവെക്സ് ലെൻസ് 40 സെൻറ്റിമീറ്റർ. അടുത്ത 39ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതിലാണ് ശബ്ദത്തിൻ്റെ വേഗത ഏറ്റവും കൂടുതൽ? അറിയാം, ഏതാണ്? സ്റ്റീലാണ്. എല്ലാവർക്കും കിട്ടുന്ന ഉത്തരമാണ്. 39ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 40ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 40ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 41ാമത്തെ ഉത്തരം 2023 ഓഗസ്റ്റ് 23 ആണ്. അപ്പോൾ 41ാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 2023 ഓഗസ്റ്റ് 23. 42ാമത്തെ ഓപ്ഷൻ ബി ആണ് ഉത്തരം. അപ്പോൾ 42ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം ആണ്. 43ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. CaCO3 CaCO + CO2. അപ്പോൾ 43ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 44ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 44ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 45ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2023 രസതന്ത്രത്തിൻ്റെ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അത് ചോദിച്ചിരിക്കുന്നത് നോബൽ പ്രൈസ് ലഭിച്ച കണ്ടുപിടുത്തം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതുവരെ അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 45ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 46ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ആണ്. 46ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ആണ്. 47ാമത്തെ ചോദ്യം, അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്, അതിൻ്റെ ഉത്തരം കറക്റ്റായിട്ട് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് പിന്നെ നോക്കാം. അടുത്ത 48ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം. 48ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം. ഓപ്ഷൻ ബി 2ഉം 3ഉം ആണ്. അടുത്ത് 49ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. 49ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്.
അടുത്ത 50-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 50-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 2ഉം 3ഉമാണ്. അപ്പോൾ 50-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 2ഉം 3ഉം. അടുത്തത് മാത്സിൻ്റെ ചോദ്യം പറഞ്ഞു പോവാം. 51-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി. 51-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി. 52-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ. 52-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ. 53-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി. 53-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 54-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 54-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 55-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ 55-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 56-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. അപ്പോൾ 56-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻ എ ആണ്, ഓപ്ഷൻ എ. അടുത്ത 57-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 57-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി. 58-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി. 58-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത 59-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, 10 കിലോമീറ്റർ. 59-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ, 10 കിലോമീറ്റർ. 60-ാമത്തെ ചോദ്യം, ഇത് കുറച്ച് മുമ്പേ ചോദിച്ച ചോദ്യമാണ്, പ്രീവിയസ് ചോദ്യമാണ്. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ നമ്മുടെ 60-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 60-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 61 നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കാണ്. 61-ൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 2024. 62-ൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 62-ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 63-ൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 63-ൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 64-ൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ 64-ൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 65-ൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 65-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി. 66-ൻ്റെ ഉത്തരം അതും ഓപ്ഷൻ ബി ആണ്. അപ്പോൾ 66-ൻ്റെ ഉത്തരവും ഓപ്ഷൻ ബി ആണ്. 67-ൻ്റെ ഉത്തരം അത് 24 മണിക്കൂറിനുള്ളിലാണ്. അപ്പോൾ 67-ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 24 മണിക്കൂറിനുള്ളിൽ. 68-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി സെക്ഷൻ 2 ആണ്. അപ്പോൾ 68-ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി സെക്ഷൻ 2 ആണ്. 69 ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 69-ൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 70-ൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 70-ൻ്റെ ഉത്തരം പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം, കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 29 ആണ്. അപ്പോൾ 70-ാമത്തെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 71-ാമത്തെ ഉത്തരമെന്ന് പറയുന്നത് സി ആണ്. അപ്പോൾ 71-ാമത്തെ ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻ സി ആണ്. 72-ാമത്തെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 72-ാമത്തെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 73-ാമത്തെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 73-ാമത്തെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 74-ാമത്തെ ഉത്തരം അത് ഓപ്ഷൻ ബി ആണ്. 74-ാമത്തെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി തന്നെയാണ്. അടുത്ത് 75-ാമത്തെ ഉത്തരം അത് ഓപ്ഷൻ എ ആണ്. 75-ാമത്തെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 76-ാമത്തെ ഉത്തരം അത് ഓപ്ഷൻ സി ആണ്. 76-ാമത്തെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 77-ാമത്തെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 77-ാമത്തെ ഉത്തരവും ഏതാണ്? ഓപ്ഷൻ സി ആണ്. 78-ാമത്തെ ഉത്തരം ഏതാണ്? അതും ഓപ്ഷൻ സി തന്നെയാണ്. അപ്പോൾ 78-ാമത്തെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. അടുത്ത 79-ാമത്തെ ഉത്തരം അതും ഏതാണ്? അതും ഓപ്ഷൻ സി തന്നെയാണ്. അപ്പോൾ 79-ാമത്തെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി തന്നെയാണ്. അടുത്ത് 80-ാമത്തെ ഉത്തരം അത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ 80-ാമത്തെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 81 ഓപ്ഷൻ എ ആണ്. ചന്ദ്രൻ്റെ പര്യായപദങ്ങളാണ് സോമൻ, വിധു, ഇന്ദു ഇവയൊക്കെ. അപ്പോൾ 81-ാമത്തെ ഉത്തരമാണ് ഓപ്ഷൻ എ. അപ്പോൾ ഇതിൻ്റെ ചോദ്യം ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്ന സമയം കുറേ ആവും, നമുക്ക് ഉത്തരം മാത്രം നോക്കിപ്പോവാം. അപ്പോൾ 81-ാമത്തെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 82-ാമത്തെ ഉത്തരമാണ് ഡി, വൃശ്ചികമാണ്. അപ്പോൾ 82-ാമത്തെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വൃശ്ചികം. 83-ാമത്തെ ഉത്തരം ഏതാണ്? നരകമാണ്. നാഗം, നരകം, ഓപ്പോസിറ്റ് നരകം. 83-ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി.
84-ൻ്റെ ഉത്തരം കൃതകൃത്യമാണ്. 84-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി കൃതകൃത്യ. 85-ാമത്തെ ഉത്തരം ഏതാണ്? അത് ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ 85-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 86-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവും അത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ 86-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 87-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കൺഫ്യൂസിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ ആണ് ഉത്തരം. അപ്പോൾ 87-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്ത് 88-ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ്. 88-ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ്. 89-ാമത്തെ ചോദ്യം അത് ഓപ്ഷൻ ബി ആണ് ഉത്തരം. 89-ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി. 90 ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. എല്ലാവരും കിട്ടി കാണും ഇതൊക്കെ. അപ്പോൾ 90-ാമത്തെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. അടുത്ത് 91-ാമത്തെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 91-ാമത്തെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 91-ാമത്തെ ഉത്തരം ഓപ്ഷൻ ബി. 92-ാമത്തെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 92-ാമത്തെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. 93-ാമത്തെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 93-ാമത്തെ ഉത്തരവും ഏതാണ്? ഓപ്ഷൻ എ ആണ്. 94-ാമത്തെ ഉത്തരം അതും ഓപ്ഷൻ എ ആണ്. അപ്പോൾ 94-ാമത്തെ ഉത്തരവും ഓപ്ഷൻ എ ആണ്. 95-ാമത്തെ ഉത്തരം അത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ 95-ാമത്തെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ് 95-ാമത്തെ ഉത്തരമെന്ന് പറയുന്നത്. 96-ാമത്തെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 96-ാമത്തെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത 97-ാമത്തെ ഉത്തരം ഏതാണ്? 97-ാമത്തെ ഉത്തരം എ ആണ്. ബെനവലൻ്റ് മാനവലൻ്റ്. അപ്പോൾ ആൻറ്റോണിയം പഠിക്കുന്നവർക്ക് ഇത് കിട്ടി കാണും. 97-ാമത്തെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 98-ാമത്തെ ഉത്തരം ATM. എല്ലാവർക്കും ATMൻ്റെ ഫുൾ ഫോം എല്ലാവർക്കും അറിയാം. എന്താണ്? ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. ഓപ്ഷൻ സി ആണ്. അപ്പോൾ 98-ാമത്തെ ഉത്തരം ഓപ്ഷൻ സി. 99-ാമത്തെ ഉത്തരം ഏതാണ്? ഇൻസേഷ്യബിൾ ആണ്. ഇൻസേഷ്യബിൾ ആണ് 99-ാമത്തെ ഉത്തരം. വൊറേഷ്യസിൻ്റെ സിനോണിമാണ് ഇൻസേഷ്യബിൾ. അപ്പോൾ 99-ാമത്തെ ആൻസർ എ ആണ്. അപ്പോൾ 100-ാമത്തെ ചോദ്യം നമ്മുടെ ഫൈനൽ ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ 100-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഏതാണ്? വിച്ച് സ്റ്റേറ്റ് സെൻറ്റൻസ് ഈസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ്? ഏതാണ്? ഓപ്ഷൻ ബി ആണ് 100-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോയിൽ നിന്ന് പറഞ്ഞത്. ഓക്കെ ആണല്ലോ? ഇത്രയും ഓക്കെ ആണെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ